തിരുനാമത്തിന് മഹത്വം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, സഹോദരന്മാരെ, നമുക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശ്രദ്ധയ്ക്കായി നമ്മുടെ ഹൃദയത്തെ വേർതിരിച്ച് കൊടുക്കാം. കാതുകളെ വചന കേൾവിക്കായി നമുക്ക് ക്രമപ്പെടുത്തി കൊടുക്കാം. വചനം വായിക്കുവാൻ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവമഹത്വത്തിനായി ശ്രദ്ധയോടെ ആക്കി വയ്ക്കാം. സാഹചര്യങ്ങളെ മറന്ന്, ചുറ്റുപാടുകളെ മറന്ന് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്നുള്ള ആ ഒരു ശ്രദ്ധ, വിചാരം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമേറിയതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരികയില്ല. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ സന്തോഷത്തോടെ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ഇഷ്ടപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വചനമാകുന്ന ഗീതമാണ്. സങ്കീർത്തനങ്ങളാകുന്ന ഗാനങ്ങൾ മക്കൾക്ക് അനുഗ്രഹം തരും. അത് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. പ്രകാശം നേർവഴിയിൽ സഞ്ചരിക്കുന്നത് പോലെ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ ഹൃദയത്തിലൊരു നേർവഴിയുടെ ചിത്രം തെളിയും. സത്യം സത്യം തിരിച്ചറിയും. വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നാകും. ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. വക്രത മാറി നേർവഴിയിൽ വരാൻ സാധിക്കും. ഇത് വചനത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു പ്രക്രിയയാണ്. അതാണ് പ്രകാശത്തിൻ്റെ സവിശേഷത. ആരെയും ഇടിച്ചു വീഴ്ത്തുന്നതല്ല പ്രകാശം, പ്രകാശിപ്പിക്കുകയാണ്. വേഗതയിൽ സഞ്ചരിക്കുന്നതാണെങ്കിലും ആരെയും നശിപ്പിക്കുന്നില്ല, പ്രകാശിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവനെ പ്രകാശിപ്പിക്കണം. നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവന് അനുഗ്രഹങ്ങൾ കൊടുക്കണം. നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവനെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവനെ നിങ്ങൾ ഉത്സാഹിപ്പിക്കണം. ഇതാണ് ദൈവവചനത്തിൻ്റെ സവിശേഷത. ഇതാണ് കർത്താവിൻ്റെ സവിശേഷത. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ, ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ, വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായി കാണാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആലോചനയിലേക്ക് വരുന്നു. ഇന്നത്തെ ആലോചനയ്ക്കായി യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-17. സിയോനിൽ കാഹളം ഊതി ഉപവാസം നിയമിച്ചു, സഭയെ കൂട്ടിവരുത്തി ശുദ്ധീകരിച്ചു. മൂപ്പന്മാരും പൈതങ്ങളും മുല കുടിക്കുന്നവരും മണവാളനും മണവാട്ടിയും പുരോഹിതനും ഒരുമിച്ച് കൂടി കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഒരു വ്യവസ്ഥയാണ്. വെട്ടുക്കിളി ഇറങ്ങി ദേശം നശിപ്പിക്കുന്നു, വിളവുകൾ നശിപ്പിക്കുന്നു, ക്ഷാമം പെരുകുന്നു, പച്ചപ്പുൽ മൈതാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, വയലിൽ നിന്ന് മൃഗങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു, കുടിക്കാൻ വെള്ളം കിട്ടാതെ വിഭ്രാന്തി കാണിക്കുന്നു, ഭക്ഷണവും പാനീയവുമില്ലാതെ മനുഷ്യൻ വേദനിക്കുന്നു. വെട്ടുക്കിളി ഇറങ്ങി ദേശത്തെ തരിശാക്കുന്നു. പ്രതിസന്ധിയുടെ നടുവ്, ക്ഷാമത്തിൻ്റെ നാട്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച ദിവസങ്ങൾ. ഇതിൻ്റെയൊക്കെ നടുവിൽ രക്ഷ പ്രാപിപ്പാൻ, വീണ്ടെടുക്കപ്പെടാൻ, അതിനെ കവച്ചു വയ്ക്കാൻ, തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ പ്രവാചകൻ കൊടുക്കുന്ന മുന്നറിയിപ്പ്. സിയോനിൽ കാഹളമൂതി ഉപവാസം നിയമിച്ചു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന വേദി ഉണ്ടാകണം, വിഷയങ്ങൾ തീരാൻ. ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ടാകണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ. നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ, ശിഥിലമാകുന്ന ബന്ധങ്ങൾ, നട്ടോട്ടമോടുന്ന വ്യക്തികൾ, മുഖം വേവലാതിയോടെ
എന്തു ചെയ്യണമെന്നറിയാതെ മുഖം മുഷിഞ്ഞവർ, കണ്ണ് കുഴിയിൽ ചാടിയവർ, കവിളൊട്ടിപ്പോയവർ, മുഷിഞ്ഞ മുടിയുള്ളവർ, എല്ലുംകോലുമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഭീകരതയുടെ നാളുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മനുഷ്യത്വം നഷ്ടപ്പെടുത്തി മൃഗങ്ങളെ പോലെ കഴിയുന്ന പ്രിയപ്പെട്ട പുരുഷന്മാർ, വേണ്ടതും വേണ്ടാത്തതും ജീവിതം മാലിന്യമാക്കുന്ന സ്ത്രീകൾ, ഈ കാലഘട്ടങ്ങളിൽ കാഹളമൂതണം. കൂട്ടിവരുത്താനാണ്. എന്തിന്? വചനം പ്രസംഗിക്കാൻ. ദൈവമക്കൾ ഒരുമിച്ച് കൂടേണ്ട കാലമാണ്. പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ഉപവാസം നിയമിക്കേണ്ട കാലഘട്ടമാണ്. വചനത്തിൽ ഉറ്റിരിക്കണം. വചനം കേൾക്കേണ്ട കാലഘട്ടം അടുത്തിരിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കണം. നിരപ്പേ വചനമുണ്ടാകണം. അതാണ് പറയുന്നത്, സിയോനിൽ കാഹളമൂതി ഉപവാസം നിയമിച്ചു. സഭയെ കൂട്ടിവരുത്തണം. ഛിന്നമന്നമായി കിടക്കുന്ന ഓരോ ദൈവമക്കളും ഒരുമിച്ച് വരണം. അതിർവരമ്പുകൾ മാറ്റിവെക്കണം. ജീവിത വിശുദ്ധിയിൽ ഒന്നാകണം. സത്യം തിരിച്ചറിയണം. വിശുദ്ധി വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധിയെ കൂടാതെ ആരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്നുള്ള തിരിച്ചറിവറിയണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം ലഭിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം നമുക്കുണ്ടാകണം. സഭയെ കൂട്ടിവരുത്തണം. ദൈവമക്കൾ ഒരുമിച്ചാകണം. പ്രാർത്ഥിക്കണം. വളരെ സന്തോഷത്തോടെ പറയുന്നു, മൂപ്പന്മാരും പൈതങ്ങളും മുല കുടിക്കുന്നവരും മണവാളനും മണവാട്ടിയും പുരോഹിതനും ഒരുമിച്ച് കൂടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രായവ്യത്യാസം കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രായവ്യത്യാസം കൂടാതെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് മുട്ടുമടക്കേണ്ട സമയം വരും. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. അവിടെ മണവാളനെന്നില്ല, മണവാട്ടിയെന്നില്ല, പുരോഹിതനെന്നില്ല, അന്മായക്കാരനെന്നില്ല, കുഞ്ഞുങ്ങളെന്നില്ല, വലിയവരെന്നില്ല. എല്ലാ പ്രായത്തിൽപ്പെട്ടവരും, എല്ലാ വിധത്തിൽപ്പെട്ടവരും, നാനാ തുറയിൽപ്പെട്ടവ, വിവിധ മണ്ഡലങ്ങളിൽപ്പെട്ടവ, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരെല്ലാം യേശു ക്രിസ്തുവിലേക്ക് വന്ന് ഒരുമിക്കേണ്ട സമയമായിരിക്കുന്നു. കർത്താവിൻ്റെ കാലം അടുത്തു വരുന്നു. വരവ്, മടങ്ങി വരവ് ആസന്നമായിരിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ, മുട്ടുമടക്കട്ടെ. അത് യോവേൽ പറഞ്ഞതാണ്. അവരുടെ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ ദൈവത്തോട് അവർ അപേക്ഷിച്ചു. ആ ഭാഗം വായിച്ചാൽ അറിയാം. യോവേൽ 2:17 വായിക്കുമ്പോൾ അത് കാണാം. മുട്ടുമടക്കി ദൈവത്തെ സ്തുതിച്ചിട്ട്, മുട്ടുമടക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് 2-3 കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് അവർ പ്രാർത്ഥിച്ചു. 1, യഹോവേ നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ. ഉപവാസം നടത്തിയാൽ പോരാ, നോമ്പ് നോക്കിയാൽ പോരാ, പ്രാർത്ഥന വെച്ചാൽ പോരാ, പ്രസംഗം കേട്ടാൽ പോരാ, മറിച്ച് ദൈവത്തോട് അപേക്ഷിക്കണം, നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ. ദൈവത്തോട് നിൻ്റെ ബലഹീനത സംസാരിക്കണം. നീ തെറ്റ് ചെയ്തു എന്ന ബോധ്യം നിനക്കുണ്ടാകണം. വീഴ്ച നിനക്ക് സംഭവിച്ചു എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം. നിന്നടുത്ത് നിപ്പ് നല്ലതല്ലെന്നുള്ള മനസ്സിലാക്കൽ നിനക്ക് ആവശ്യമാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ എഴുന്നേറ്റു പോകണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമാണ് നീ നടക്കുന്നതെങ്കിൽ അത് മാറ്റി വേറെ വഴിയെ നടക്കണം. പരിഹാസികൾ നിനക്ക് നല്ലതല്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ഉപവാസം നിയമിച്ചു, കാഹളമൂതി, വലിയവരും ചെറിയവരും ഒക്കെ വന്നു. വന്നവരെല്ലാം അവനവൻ്റെ വമ്പ് പറയാനല്ല, ദൈവത്തിൽ അവരുടെ വീഴ്ചയെക്കുറിച്ചും താഴ്ചയെക്കുറിച്ചും ബോധ്യമുള്ളവരായി ദൈവത്തോട് അപേക്ഷിക്കണം. ക്ഷമിക്കണമേ ദൈവമേ, ക്ഷമിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരെ തെറ്റാണെന്ന് സമ്മതിക്കുമ്പോഴാണ്
ആർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. പഠിക്കുന്ന വിദ്യാർത്ഥി കോപ്പി അടിച്ചെങ്കിൽ തെറ്റാണെന്നുള്ള ബോധ്യമെങ്കിലും അവനുണ്ടെങ്കിൽ ഒരു പക്ഷേ ചില അധ്യാപകരെങ്കിലും ഒരു പ്രാവശ്യത്തേക്ക് ചിലപ്പോൾ ക്ഷമിച്ചേക്കാം. ആ ബോധ്യം അവനുണ്ടാകണം. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല, അടിക്കുകയുമില്ല. പക്ഷേ അവൻ അത് ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ മറച്ചു വയ്ക്കരുത്. തൻ്റെ ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതാണ് പ്രാർത്ഥന. പക്ഷേ നീ ക്ഷമിച്ചിരിക്കണം. ക്ഷമിക്കേണ്ടിടത്തൊക്കെ നിൻ്റെ കൂടപ്പുറപ്പിനോട് നീ ക്ഷമിച്ചിരിക്കണം. നിൻ്റെ പ്രിയപ്പെട്ടവരോട് നീ ക്ഷമിച്ചിരിക്കണം. നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്ന വേദിയിലൊക്കെ നീ ക്ഷമിച്ചിട്ട് അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവിനോട് എന്നോട് ക്ഷമിക്കണമേ എന്നപേക്ഷിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. രണ്ടാമത്, നിൻ്റെ അവകാശത്തെ നിന്ന് കേൾപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ അവകാശമാണ്. ദൈവത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. യേശുവിന് നന്ദി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. ആ അവകാശത്തെ നിന്ദാപാത്രമാക്കരുത് എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കാരണം അത് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ അവകാശത്തെ അറപ്പാക്കി എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിക്കുന്നത് മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ അവകാശത്തെ നമ്മൾ തന്നെ നിന്ദയ്ക്ക് പാത്രമാക്കി വെച്ചിട്ടുണ്ട്. ദൈവമേ അരുത്, എൻ്റെ ബലഹീനത കൊണ്ട്, എൻ്റെ കുറവ് കൊണ്ട്, എൻ്റെ അജ്ഞത കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവകാശം നിലനിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ധൂർത്തുപുത്രന് സുബോധമുണ്ടായപ്പോൾ അവൻ്റെ അവകാശം നേരെയാക്കാൻ അവൻ മടങ്ങി വരികയാണ്. അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കുള്ള തിരിച്ചുവരവ് അവന് ബോധ്യപ്പെടുകയാണ്. ഇപ്പോൾ അവൻ്റെ അവകാശം അവൻ അറപ്പാക്കി വെച്ചിരിക്കുകയാണ്. അവൻ വൃത്തികെട്ട ജീവികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. അവൻ കുഴഞ്ഞ ചേറ്റിലാണ്. അതവന് ബോധ്യം വന്നു. അപ്പോൾ അവൻ ഓർത്തു അവൻ്റെ അപ്പനെക്കുറിച്ച്. അവനൊരു നിന്ദാപാത്രമായി എന്നവന് ബോധ്യപ്പെട്ടു. മാനപാത്രമാകണമെന്ന് അവൻ ആഗ്രഹം തോന്നി. അവൻ മടങ്ങി വന്നു. ഓരോരുത്തരും നിന്ദാപാത്രമാകരുത്, മാനപാത്രമാകണം, മടങ്ങി വരണം. ഇസ്രായേലേ, നിങ്ങൾ വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരിക. ഞാൻ നിങ്ങളുടെ നിന്ദ മാറ്റിത്തരും, നിങ്ങളുടെ വിശ്വാസത്യാഗം ഞാൻ മാറ്റിത്തരും. ഏത് കുഴഞ്ഞ ചേറ്റിലായാലും, ഏത് ജീവിതത്തിലെ പരാജയ കോണിലായാലും നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ നീ ഏൽപ്പിച്ചു കൊടുക്കണം, എന്നെ അനുഗ്രഹിക്കണമേ, ക്ഷമിക്കണമേ. ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്കായി 40-ാം സങ്കീർത്തനം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒരു ദിവസമല്ല, ഒരു മാസമല്ല. ഐ വാസ് വെയിറ്റിംഗ്. ഞാൻ അവനായി കാത്തിരുന്നു. അവൻ എൻ്റെ നിലവിളി കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി അവൻ കേൾക്കുകയാണ്. അപ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി. നിന്ദാപാത്രമാക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. യഹോവയായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. യഹോവയായി ദൈവം നമ്മെ ഉയർത്തും. യഹോവയായി ദൈവം നമ്മെ വലിയവനാക്കും. യഹോവയായിരിക്കുന്ന ദൈവം നമ്മെ സന്തോഷവാനാക്കും. ശ്രേഷ്ഠരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ
പറയുന്നത് എന്തിന്? ദൈവം എവിടെയെന്ന് ചോദിക്കുകയല്ല, ബോധം വേണം, സുബോധം വേണം. അപ്പൻ്റെ വീട് എവിടെയാണെന്ന് മുടിയൻ പുത്രൻ അന്വേഷിച്ചില്ല. സുബോധം ഉണ്ടായപ്പോൾ അപ്പൻ്റെ വീട് അവിടെ വന്നു. എൻ്റെ ദൈവം എവിടെ എവിടെ എവിടെയെന്ന് സംശയിക്കരുത്. ജാതികളുടെ മുമ്പിൽ ദൈവത്തെ നീ നിന്ദിക്കരുത്. ജാതികളുടെ മുമ്പിൽ ദൈവത്തെ നീ നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്ന ഈ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ വിധത്തിൽ പ്രധാനപ്പെട്ട ചിന്തയോടുകൂടെ ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അംഗീകരിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രവാചകനിൽ കൂടെ മറുപടി നൽകിയത് ശ്രദ്ധിക്കണം. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 27 വരെ വാക്യങ്ങൾ. അവിടെ ദൈവം പ്രവാചകനിൽ കൂടെ അരുളി ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കളുടെ കണ്ണുനീര് കണ്ടപ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന അംഗീകരിച്ചിട്ട് ചില മറുപടികൾ അവർക്ക് കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ഹി വിൽ ഗിവ് യു ആൻസേഴ്സ്. അവൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഒന്ന്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ ശുദ്ധീകരിച്ചു. വളരെ വലിയ മർമ്മമാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിലേക്ക് അടുത്ത് ചെന്നപ്പോൾ, അവരുടെ നിന്ദയെക്കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ, ക്ഷമിക്കണമെന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ, തകർന്നു വീണപ്പോൾ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. ഇന്ന് രാത്രികാലം കരയുന്ന ആത്മാവി, കരയുന്ന കണ്ണുള്ള വ്യക്തി, സ്വർഗത്തിലെ ദൈവം നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ ശുദ്ധമാക്കും, സ്വന്തം പുത്രനാക്കും. 2, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. യോവേൽ 2:19. നോ, ഇനി ഞാൻ നിന്നാപാത്രമാക്കി നിങ്ങളെ മാറ്റുകയില്ല. നിങ്ങളെ ഇനി ഞാൻ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ ഞാൻ ഇനി ആരുടെയും മുമ്പിൽ കളിപ്പാട്ടമാക്കുകയില്ല. ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത്. 3, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. യോവേൽ 2:27. ഇനി നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല, ഇനി നിങ്ങൾ നാണിച്ചു പോവുകയില്ല, ഇനി നിങ്ങൾ ആരുടെയും മുമ്പിൽ നഷ്ടപ്പെട്ടു പോവില്ല, ലജ്ജാപാത്രമായി തീരുകയില്ല. കർത്താവിൻ്റെ മക്കൾ ലജ്ജിക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ മക്കൾ ആരുടെയും മുമ്പിൽ ലജ്ജിച്ചു പോകരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. അവർ ശ്രേഷ്ഠരാണ്, വിലപ്പെട്ടതാണ്. കളിപ്പാട്ടങ്ങളായി നിങ്ങളെ ദൈവം എടുത്തിട്ടില്ല. മറിച്ച് കരുതലുള്ള, നിങ്ങളെക്കുറിച്ച് ഘനമായി ദൈവം ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജാതികളുടെ ലജ്ജിച്ചു പോകുന്ന, നാണിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കുകയില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകില്ല. അവസാനമായി പറഞ്ഞത്, ഞാൻ ഇസ്രയേലിൻ്റെ നടുവിൽ ഉണ്ട്. യോവേൽ 2:27. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അറിഞ്ഞു, നിങ്ങളുടെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കിട്ടി. വരൾച്ച മാറി, ക്ഷാമം നീങ്ങിപ്പോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, വരൾച്ച മാറി, ക്ഷാമം നീങ്ങിപ്പോയി. ഫലവൃക്ഷങ്ങളും സസ്യാദികളും പൂർണ്ണമായി ഫലം കൊടുക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ഉത്തരം. ഇല്ലാതെ പോയത്, നഷ്ടപ്പെട്ടു പോയത് സ്വർഗത്തിലെ ദൈവം തന്നു. ധാന്യം വിളഞ്ഞു, എണ്ണയും വീഞ്ഞും ചക്കുകളിൽ കവിഞ്ഞു തുടങ്ങി. വീഞ്ഞിന് കഷ്ടപ്പെട്ടവർ, എണ്ണയ്ക്ക് കൊതിച്ചവർ, ചക്കുകളിൽ അത് കവിഞ്ഞു തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ടവരെ, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിലപിക്കേണ്ട, നഷ്ടപ്പെട്ടതിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇല്ലാതെ പോയത് തിരികെ തരാൻ എനിക്ക് സാധിക്കും. ഞാൻ ധനവാനാണ്, എൻ്റെ ദൈവം സമ്പന്നനാണ്. അവൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല, അവൻ്റെ ദയവിന് കുറവില്ല. അവൻ്റെ ദയവ് ഒരു സമുദ്രമാണ്.
എൻ്റെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രമാണ് ഇരിക്കുന്നത്. ഒരു തുള്ളി ചെളിക്ക് ഒരു മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയാത്തതുപോലെ എൻ്റെ പാപങ്ങൾ എത്ര വലുതായാലും ശരി എൻ്റെ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക നന്മകൾ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ടതൊക്കെ സ്വർഗത്തിലെ ദൈവം മടക്കിത്തരും. യഹോവയെങ്കിലേക്കും അവൻ്റെ പ്രമാണങ്ങളിലേക്കും മടങ്ങണം. ദൈവത്തിലേക്ക് മടങ്ങണം. അവൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങണം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങാം.